എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ പറയാം. ഞാൻ ഈ YP എന്ന പ്രസ്ഥാനത്തിൽ കൂടെയാണ് എന്തെങ്കിലുമൊക്കെ ഒരു ലക്ഷ്യം വരാൻ ഇടയായി തീർന്നത്. ഞാൻ ആദ്യം ലോക്കൽ സഭയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. അതിനുശേഷമായിട്ട് ഡിസ്ട്രിക്റ്റിൻ്റെ ഓർഗനൈസർ പ്രവർത്തിച്ചു. പിന്നെ സ്റ്റേറ്റിൻ്റെ ബോർഡ് മെമ്പറിലേക്ക് വന്നു. അങ്ങനെ ക്രമേണ വന്നതുകൊണ്ടാണ് ഈ സ്റ്റേജ് ഭയം എനിക്കില്ലാതെ വന്നത്. സത്യം പറഞ്ഞ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അവസരമാണ് YP എന്ന് പറയുന്നത്. YPയിൽ കൂടെ നിങ്ങൾക്ക് വളരുവാൻ കഴിയും, നിങ്ങൾക്ക് പലതും പഠിക്കുവാൻ കഴിയും. മാത്രമല്ല സമൂഹ മധ്യേ ഒരു നല്ല മാതൃജീവി നയിപ്പാൻ നിങ്ങൾക്ക് കഴിയും. ഞാൻ പറയാതെ തന്നെ അറിയാം, ഇന്നത്തെ നമ്മുടെ തലമുറകൾ പോകുന്ന പോക്ക് വല്ലാത്തൊരവസ്ഥയിൽ പോകുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ നിങ്ങളെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ തെറ്റിപ്പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. അതിനൊക്കെ നമുക്ക് പ്രോത്സാഹനം നൽകുന്നത് ദൈവസഭയും അതുപോലെ തന്നെ YP പ്രസ്ഥാനങ്ങളുമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ YPയുമായി വളരെ ശക്തമായി മുമ്പോട്ട് പോകേണ്ട ഓരോ യുവജനങ്ങളുടെയും കടപ്പാടാണ് ചന്ദ്രകൂടൻ്റെ കേരള സ്റ്റേറ്റിൻ്റെ YP. ഞാൻ വിശ്വസിക്കുന്നു ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ പ്രവർത്തിക്കുവാൻ വരും ദിവസങ്ങളിൽ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ഓർപ്പിക്കുകയാണ്. എപ്പോഴും YPയിൽ പ്രസംഗിക്കുന്ന വിഷയം ആരും പറയേണ്ട ആവശ്യമില്ല. ആരും പ്രസംഗിച്ചാലും പറയാൻ പോകുന്ന ഭാഗം നിങ്ങൾക്കറിയാം. ഏത് പുസ്തകം എഴുതുന്നത്? പറയുന്ന പുസ്തകം സാധാരണ എടുക്കുന്നത് സഭാപ്രസംഗി. അത് തന്നെ കേട്ടോ, മനസ്സിലേക്ക് വരുന്നതാ. മരണത്തിന് പറയുന്ന വാക്യം ചോദിച്ചാൽ അതും അറിയാം, സ്നാനത്തിൻ്റെ കാര്യം നമുക്കറിയാം. അപ്പം നമുക്കിതൊക്കെ നല്ല ധാരണയുണ്ട്. അപ്പോൾ ഞാനും ഇന്ന് ആ പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം നിങ്ങളുടെ കാര്യം ഓർപ്പിക്കാം. വളരെ ജ്ഞാനവും വളരെ സമ്പത്തും പ്രാപിച്ചൊരു വ്യക്തിയുടെ വാക്കുകൾ, അദ്ദേഹം ഉച്ചരിച്ച, അദ്ദേഹത്തിന് നൽകിയ കാര്യങ്ങൾ ചിലത് വായിക്കുമ്പോൾ ഞാനിന്ന് ആ ഭാഗം ഒന്ന് വായിച്ചപ്പോൾ ഒന്നും കൂടി എനിക്ക് മനസ്സിനെ വളരെ തട്ടി. 2-ാം അധ്യായത്തിൻ്റെ സഭാപ്രസംഗി 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, തൻ്റെ കണ്ണ് ആഗ്രഹിച്ചതൊന്നും താൻ നിഷേധിച്ചില്ല, മാറ്റിവെച്ചില്ല. എല്ലാം മായാണ്. ഞാൻ പറയുന്നതിൻ്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ. ഈ ഭൂമിയിൽ എന്തെല്ലാം നേടിയാലും ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാകും ഇതെല്ലാം മായയാണ്. എനിക്ക് വലിയ പ്രായമൊന്നുമില്ല, നിങ്ങൾക്കറിയാം. ഇപ്പം പറഞ്ഞ തരുക 63 വയസ്സേ ഉള്ളൂ. എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത് ചെറുപ്പക്കാരനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പ്രായമായെന്നൊരു ഫീലിംഗ് എനിക്കുണ്ടാകുന്നില്ല, നിങ്ങൾക്ക് തോന്നുന്നത് എനിക്കുണ്ടാകത്തുമില്ല. അത് നല്ല കഥയാണ്, ദൈവം നൽകിയിരിക്കുന്നൊരു വരവാണ്. പ്രായമായി പോയല്ലോ, ഉടനെ മരിക്കുമല്ലോ എന്നൊക്കെ ചിന്തിച്ചു പോയാൽ ഉടനെ മരിക്കും. എന്നേ കഴിഞ്ഞെന്നറിയോ മരിക്കുന്ന സമയം. പക്ഷെ ആ ഉറപ്പുണ്ട്, ഒറ്റ ഉറപ്പ്, ദൈവത്തിൻ്റെ പദ്ധതി നിറവേറുന്നത് വരെ ജീവനോടെ ശിക്ഷിപ്പാൻ കർത്താവ് ശക്തനാണ്. ദുഃഖമുള്ള ഒറ്റ കാര്യത്തിലേ ഉള്ളൂ. എൻ്റെ നല്ല പ്രായത്തിൽ ഞാൻ ഇറങ്ങി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി. 26-ാമത്തെ വയസ്സിൽ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങി. ഇത്രയും വയസ്സും കർത്താവിൻ്റെ വേല ചെയ്തെങ്കിലും തുറന്നു പറയാം, ഞാൻ തൃപ്തനല്ല. ഞാൻ എന്ത് ചെയ്തു ചോദിച്ചാൽ എനിക്കറിയില്ല. അദ്ദേഹം എന്തെല്ലാം കാര്യം ചെയ്തു, തൻ്റെ സുഖത്തിന് വേണ്ടി, തൻ്റെ സന്തോഷത്തിന് വേണ്ടി. ചില കാര്യമൊക്കെ വായിച്ചാൽ നമുക്ക് എന്നെ അത്ഭുതം വരും. വീട്ടിൽ ജനിച്ച ദാസന്മാർ അതൊക്കെ അർത്ഥം വേറെയാ. തൻ്റെ മനസ്സിനെ സന്തോഷിപ്പാൻ കഴിയുന്ന ഒന്നും താൻ വിലക്കിയില്ല. പക്ഷെ അവസാനം പറയുക, ഇപ്പോഴാ മനസ്സിലായത് എന്തല്ല, ഇതെല്ലാം സ്ഥിരമല്ല, ഇതെല്ലാം മായാണ്. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒന്നേ പറയുവാനുള്ളൂ, നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് കരുതി വേണം ഓരോ ദിവസവും മുമ്പോട്ട് കടന്നു പോകുവാൻ. ഇവിടെ ഭൂമിയിൽ നിൽക്കുന്ന ഒന്നുമില്ല, എല്ലാം താൽക്കാലികമാണ്. അതുകൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കാം. പ്രാർത്ഥിച്ച് ഈ യുവജന മീറ്റിംഗ് ദിവസം ലഭിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ
യങ്സ്റ്റേഴ്സും ഒരു നിമിഷം പ്രാർത്ഥിച്ചാൽ, കർത്താവേ, ഈ പകലിലെ ഞങ്ങളുടെ ഈ കൂട്ടായ്മ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കണം. അത് നമുക്ക് വേണ്ടത് ഒരു സമ്പൂർണമായ സമർപ്പണമാണ്. പ്രസംഗം കേട്ട് കഴിഞ്ഞുള്ള സമർപ്പണം നല്ലതാണെങ്കിൽ തോന്നും. അതിന് മുൻപായിട്ട് വേണ്ടത് കർത്താവെ ശ്രദ്ധിക്കുവാനും പറയുന്നതിനും അംഗീകരിക്കാനുള്ള ഒരു സമർപ്പണം. എന്നെ ഏൽപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. നിങ്ങൾ ദൈവം മാനിക്കും. ഒരിക്കലും നമ്മളെ ആരും കർത്താവ് കൈവിടുകയില്ല. നാം പഠിച്ച ദൈവവചനങ്ങൾക്ക് ദൈവവചനം ഒന്നും വൃഥാവായി പോകുകയില്ല. ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറിപ്പോകാതെ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളെ കരുതുന്നവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഒട്ടും ക്ഷീണിച്ചു പോകാതെ. ഇന്ന് ഈ 2-3 മണിക്കൂടെ ആയിരിക്കുമ്പോൾ വൃഥാവാൻ എന്നുള്ള ബോധത്തിലൂടെ എല്ലാവരും കരമുയർത്തി ഒരു നിമിഷത്തെ സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും ഒരുപോലെ ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു വലിയ ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. കർണാടക സ്റ്റേറ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് മാനിക്കുമാറാകട്ടെ. ഓരോ ലോക്കൽ സഭയിലും കർത്താവ് മാനിക്കുമാറാകട്ടെ. എല്ലാ യങ്സ്റ്റേഴ്സിനെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ റബാഷം ദുരാജകസകദൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം വൈപ്പിയുള്ള ബന്ധത്തിൽ ലഭിച്ച മനോഹര സമയത്തിനായി സ്തോത്രം. വിശേഷാൽ ഇതിനെ നയിക്കുന്ന ഞങ്ങളുടെ ദാസൻ പ്രിയ പ്രസന്റ് ഭാഷകായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൊടുത്തിരിക്കുന്ന നല്ല മനസ്സിനായി സ്തോത്രം. ഒന്നിനും തടസ്സം വരാതെ, ഒരു മാനസികമായോ പ്രയാസം ഉണ്ടാകാതെ ധൈര്യമായി ചെയ്യുവാൻ സഹായിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവ് അനുഗ്രഹിച്ചാട്ട് ഗുണങ്ങൾക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലങ്ങൾ ഒന്നിച്ച് ഈ കൂട്ടായ്മയെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാട്ട് കൃപയെ ബലപ്പെടുത്തുമാറാകണം. മഹത്വം എല്ലാം അർപ്പിക്കുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. കരങ്ങളെ അടിച്ച് കഥ മഹത്വപ്പെടുത്തിയാട്ടെ. മേ ഗോഡ് ബ്ലെസ് യു.